അധ്യായം 5 അകാന്ത സിദ്ധാനുഭാവം, അതായത് പാശ്ചാത്യ വിദഗ്ധർ യോഗയായി ആഘോഷിക്കുന്ന അവസ്ഥ. എല്ലാ രാജ്യങ്ങളിലും എല്ലാ മതങ്ങളിലും ആത്മാവിന്റെയും ബ്രഹ്മാവിന്റെയും സംഗമത്തെ അകന്ത സിദ്ധാനുഭാവമായി കണക്കാക്കുന്നു. എന്നിരുന്നാലും മതങ്ങൾ അതിനെ അല്പം വ്യത്യസ്തമായി കണക്കാക്കുന്നു. അത് വ്യത്യസ്തമാണെങ്കിലും അന്തിമ ലക്ഷ്യം ഒരേ ബ്രാഹ്മണാവസ്ഥയാണ്. അമേരിക്കൻ വിദഗ്ധനായ R.M. ബക്ക് തന്റെ പ്രശസ്ത പുസ്തകമായ അകാന്ത സിദ്ധാനുഭാവത്തിൽ ആ അനുഭവമുണ്ടായിട്ടുള്ളതും പല കാലങ്ങളിലും മതങ്ങളിലും രാജ്യങ്ങളിലും അറിയപ്പെടുന്നതുമായ മഹാന്മാരുടെ കഥകൾ വിവരിച്ചിട്ടുണ്ട്. ബുദ്ധൻ, ക്രിസ്തു, സെന്റ് പോൾ, പ്ലോട്ടിനസ്, മുഹമ്മദ്, ബെഹ്മാൻ, സ്വീഡൻബർഗ്, വാൾട്ട് വിറ്റ്മാൻ, വേഡ്സ്വർത്ത്, ടെന്നിസൺ, രാമകൃഷ്ണ പരമഹംസർ എന്നിവരാണ് ചില മഹാന്മാർ. 2. മുകളിൽ സൂചിപ്പിച്ച മഹാന്മാരുടെ പൊതു സ്വഭാവ സവിശേഷതകളെ എഴുത്തുകാരനായ ബക്ക് ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട്. ആകാശത്തോ ഒരിളം റോസാപ്പൂവിന്റെ തിളങ്ങുന്ന മേഘത്തിലോ താൻ മുങ്ങിയതുപോലെ അന്വേഷകന് പെട്ടെന്ന് അനുഭവപ്പെടുന്നു. ആ നിമിഷം തന്നെ ആനന്ദം, വിജയം, വിമോചനം എന്നിവ ഒന്നായി മാറിയതായി അയാൾക്ക് അനുഭവപ്പെടുന്നു. മുഖി എന്ന വാക്കുപോലും ഇതിൽ പൂർണ്ണമായും അനുചിതമാണെന്ന് തോന്നുന്നു. യഥാർത്ഥ കാര്യവുമായി കലർന്ന അന്വേഷകൻ മോക്ഷമെന്ന മറ്റൊരു കാര്യം അന്വേഷിക്കാതെ നിഷ്ക്രിയനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. സാധാരണ കവികളിൽ കൂടുതൽ കവികൾ ഇത്തരത്തിലുള്ള അനുഭവം ഏറ്റെടുത്തിട്ടുണ്ട്. ഗൗതമന്റെ സൂക്തങ്ങൾ, ഷേക്സ്പിയറുടെ സോണറ്റ്, ബാൽസാക്കിന്റെ സെറാഫിദ, വിറ്റ്മാന്റെ പുല്ലിന്റെ ഇലകൾ ഇതിനുദാഹരണങ്ങളാണ്. ആ പുസ്തകങ്ങൾ സാധാരണ സംസാരത്തിന്റെ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും കുറിച്ച്, ആഗ്രഹത്തിന്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും മുകളിൽ സൂചിപ്പിച്ച സ്നേഹത്തിന്റെ വികാരത്തിന് അനുസന്ധമായി അവ എഴുതിയതാണെന്ന് കണക്കാക്കാം. നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലും മറ്റും അത്തരം നിരവധി പുസ്തകങ്ങളുണ്ടെന്നത് അറിയപ്പെടുന്ന വസ്തുതയാണ്. നമ്മുടെ എല്ലാ പുരാതന ഗ്രന്ഥങ്ങളിലും സംസാര വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഭഗവത്ഗീത, മഹാഭാരതത്തിൽ സനത് സുജാതീയവും വേദങ്ങളിൽ ഉപനിഷത്തുകളും ഉള്ളതുപോലെ വ്യാസനിൽ തുടങ്ങി നമ്മുടെ മഹാന്മാർ അവയിൽ നൽകിയിരിക്കുന്ന ആത്മീയ വ്യാഖ്യാനത്തെ മനോഹരമായി ക്രമീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. 3. മുകളിൽ സൂചിപ്പിച്ച അനുഭവത്തോടെ ഈ മഹാന്മാരിൽ ബുദ്ധിയുടെ ഒരു തിളക്കവും ഉയർന്നുവരുന്നു. മിന്നൽ പിണരുകൾ മിന്നുമ്പോൾ എല്ലാ ഇരുണ്ട പ്രദേശങ്ങളും ഒരു ചിത്രം പോലെ തിളക്കമുള്ളതും വ്യക്തവുമായി കാണപ്പെടുന്നതുപോലെ വിശാലമായ ബ്രഹ്മത്തിന്റെ ചിത്രവും അതിന്റെ ആന്തരിക അർത്ഥവും അവർക്ക് തിളക്കത്തോടെ പ്രകാശിക്കുന്നു. അതിനുശേഷം അവർക്ക് മതപരമായ സിദ്ധാന്തത്തിന്റെ ആവശ്യമില്ല. ആ നിമിഷം അവർ വിശാലമായ വെളിച്ചം കാണുകയും ആത്മീയ വസ്തുവല്ലാതെ മറ്റൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. സാധാരണയായി ആത്മീയ സത്തയുടെ ശകലങ്ങൾ ഭൗതിക സൃഷ്ടിയിൽ എവിടെയോ കാണപ്പെടുന്നുണ്ടെന്ന് നാം കരുതുന്നു. മറുവശത്ത് ആ മഹാന്മാർ കരുതുന്നത് നശ്വരമായ വസ്തുക്കൾ വിശാലമായ ആകാശത്ത് എവിടെയോ ആത്മീയ ഊർജ്ജത്താൽ നിറമുള്ളതായി കാണപ്പെടുന്നു എന്നാണ്. ആത്മാവ് ഒരു നശ്വരമായ വസ്തുവാണ്. ആത്മാവും ബ്രഹ്മവും വേരുകളില്ലാത്തവയല്ല. പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാ സൃഷ്ടികളും സൃഷ്ടാവിന്റെ ക്രമപ്രകാരം പരസ്പരം ഉപയോഗിച്ചതിന്റെ ഫലമായി ഉണ്ടായതാണ്. ദൈവത്തോടുള്ള ഭക്തിയാണ് ലോകങ്ങളുടെ അടിസ്ഥാനമെന്നും ജീവിതത്തിന്റെ എല്ലാ പ്രകടനങ്ങളും മുൻപ് തന്നെ നിലനിൽക്കുന്നവയാണെന്നും അവർ കരുതുന്നു. പിന്നീട് സ്വാഭാവികമായും അവർക്ക് നിത്യാനന്ദം ലഭിക്കുമെന്ന് തോന്നുന്നു. കുറച്ചുകാലത്തേക്ക് വലിയ ജ്ഞാനോദയം സംഭവിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ ഗവേഷണം ചെയ്യേണ്ടി വന്നിരുന്ന വേദഗ്രന്ഥങ്ങൾ തൽക്ഷണം ഗ്രഹിക്കാൻ കഴിയുമെന്ന് അവർക്ക് തോന്നുന്നു. ഒരു വേദഗ്രന്ഥത്തിലുമില്ലാത്ത യഥാർത്ഥ കാര്യങ്ങൾ അവർ എളുപ്പത്തിൽ ഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് വാമനാവതാരത്തിൽ മഹാവിഷ്ണുവിന്റെ പാദങ്ങൾ വ്യാപിച്ചതുപോലെ പ്രപഞ്ചത്തിന്റെ വിശാലത അവർ പൂർണ്ണമായും ഗ്രഹിക്കുന്നു. അത്തരമൊരു സാക്ഷാത്കാരത്തെക്കുറിച്ച് ജ്ഞാനേശ്വർ പോലുള്ള നമ്മുടെ മഹാസ്വാനന്മാർ നടത്തിയ പ്രസ്താവനകൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ കാണാം. 4. അത്തരമൊരനുഭവത്തിൽ സംഭവിക്കുന്ന ബുദ്ധിയുടെ വ്യക്തതയും മൂർച്ചയും ജേക്കബ് ബെഹ്മൻ എന്ന മഹാനായ മനുഷ്യന്റെ കാര്യത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം കണ്ടെത്തിയ സൂക്ഷ്മതകൾ മറ്റാരും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. അവ സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിരവധി രഹസ്യങ്ങൾ ഉത്ഭവിക്കുന്ന വേരുകൾ അവർ കാണുന്നു. അവയിൽ നിന്ന് വ്യാപിക്കുന്ന വിവിധ തത്വങ്ങളുടെ സത്ത അവർ കാണുന്നു. ജനനശരീരത്തിൽ അവരുടെ വളർച്ചയും വികാസവും കാണുകയും ദീർഘകാല പരിണാമത്തെ ഒരുമിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഒരു ആറ്റം എന്ന അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി പരിണമിച്ച അവസ്ഥയിലേക്കുള്ള ദൈവത്തിന്റെ സൃഷ്ടിയുടെ പ്രകടനങ്ങളെ അവർ കാണുകയും ഓരോ വസ്തുവിന്റെയും ആന്തരിക സത്യത്തെ ഒരു നെല്ലിക്ക പോലെ കാണുകയും ചെയ്യുന്നു. 5. അമരത്വം എന്ന വികാരം എന്നു വിളിക്കാവുന്ന വിശാലമായ ബുദ്ധിയുടെ പ്രഭയുമായി സംയോജിപ്പിച്ച് ധർമ്മത്തെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച വിമർശനത്തിന്റെ പരമോന്നതാവസ്ഥ അത്തരം മഹാന്മാർക്ക് സംഭവിക്കുന്നു. ഇത് ബുദ്ധിയിലൂടെ സംഭവിക്കുന്ന ഒരു ഗവേഷണമല്ല. സാധാരണക്കാർക്ക് സ്വാഭാവികമായി പ്രത്യക്ഷപ്പെടുന്ന ഞാൻ എന്ന തോന്നൽ പോലെ ഈ അശാശ്വതതയുടെ കൊടുമുടി മഹാന്മാർക്ക് സ്വാഭാവികമായും ഉയർന്നുവരുന്നു. 6. മനസ്സിന്റെ വെളിച്ചമുദിക്കുമ്പോൾ അതുവരെ അനുഭവിച്ചിരുന്ന തിന്മയെക്കുറിച്ചുള്ള ഭയം ഒരു ഷർട്ട് ഊരി മാറ്റുന്നതുപോലെ യാന്ത്രികമായി അപ്രത്യക്ഷമാകുന്നു. അതുപോലെ പാപത്തിന്റെ ബുദ്ധിയും അപ്രത്യക്ഷമാകുന്നു. എല്ലാം പരമാത്മാവിന്റെ
സൃഷ്ടിയായി കാണുന്ന ഒരാൾക്ക് പാപബോധമുണ്ടാകാൻ ഒരു കാരണവുമില്ല. സാധാരണയായി 7 മനസ്സിന്റെ ഈ വെളിച്ചം അന്വേഷകന് പെട്ടെന്ന് ഒരു മിന്നൽ പിണറ് പോലെ പ്രത്യക്ഷപ്പെടുന്നു. യോഗസന്യാസികൾക്കൊഴികെ മറ്റുള്ളവർക്ക് 40 വയസ്സിൽ മാത്രമേ ഇതുണ്ടാകൂ. അത് ഉദിക്കുമ്പോൾ ആ രൂപം തന്നെ ഒരു തേജസ് നേടുകയും മനോഹരമാകുകയും ചെയ്യുന്നു. ആനന്ദത്തിന്റെ പ്രത്യേക സ്വഭാവം കാരണം ആ രൂപം തേജസ്സിൽ നമുക്ക് കാണാം, പെട്ടെന്ന് ബ്രഹ്മത്തിന്റെ ആനന്ദം ഉദിക്കുന്നു, വലിയൊരു മാറ്റം സംഭവിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ രൂപമുണ്ടായെന്ന് ഒരാൾ കരുതുന്നു. മഹത്തായ ആത്മീയാനുഭവത്തിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം: 1. ആന്തരിക പ്രകാശത്തിന്റെ അവലോകനം. 2. ധർമ്മത്തിന്റെ അവസ്ഥ. 3. ബുദ്ധിയുടെ പ്രകാശം അഥവാ പഴയ വികാരത്തിന്റെ ഒരു പുതിയ അവലോകനം. 4. നിസ്വാർത്ഥതയുടെ അനുഭവം. 5. യമഭയം അപ്രത്യക്ഷമാകുന്നു. 6. പാപബോധം അപ്രത്യക്ഷമാകുന്നു. 7. മനസ്സിന്റെ പ്രകാശത്തിന്റെ ആദ്യ അനുഭവം പെട്ടെന്ന് ഉയർന്നുവരുന്നു. 8. ഭരണാധികാരികളുടെ സംസ്കാരങ്ങൾ, ഗുണങ്ങൾ, പ്രായം എന്നിവയനുസരിച്ച് അതൊരു സമ്മാനം നൽകുന്നു. 9. മഹത്വം കൈവരിക്കപ്പെടുന്നു, അത് രൂപം ദൈവമാണെന്ന് പറയാം. 9. ഇംഗ്ലീഷ് കവി ടെന്നിസൺ തന്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്: ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, ഉണർന്നിരിക്കുമ്പോൾ ഒരുതരം നിശ്ചലത എന്നെ കീഴടക്കുന്നു. എന്റെ സ്വന്തം പേര് ഞാൻ ആവർത്തിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. പെട്ടെന്ന് എന്റെ വ്യക്തിപരമായ പാപം അപ്രത്യക്ഷമായെന്നും വിശാലമായ മനസ്സല്ലാതെ മറ്റൊരു വേരില്ലെന്നും ഒരു തോന്നലുണ്ടാകുന്നു. ഇത് കൂടുതൽ വ്യക്തമാണ്, കൂടുതൽ ഉറപ്പാണ്, ഇതൊരു മിഥ്യയാണ് എന്ന ചിന്തയ്ക്ക് ഇടമില്ല. വിചിത്രതയേക്കാൾ വിചിത്രം, വാക്കുകൾക്ക് അതീതമായ ഒരു വികാരം. അതിനുശേഷം മരണം തന്നെ ഒരു വിചിത്രമായ വിനോദമായി കാണപ്പെടുന്നു. ഞാൻ എന്ന സ്വഭാവം അപ്രത്യക്ഷമായതിനു ശേഷം മാത്രമേ പൂർണ്ണജീവൻ ഉണ്ടാകൂ. ഇതറിയാമായിരുന്ന വിശുദ്ധ പൗൾ പറഞ്ഞു: ഞാൻ ശരീരത്തിലാണോ അതോ ശരീരത്തിനു പുറത്താണോ എന്ന് എനിക്കറിയില്ല.